ഈ വീഡിയോയുടെ താഴെ നമ്മുടെ കൂട്ടുകാർ വേണം കമൻറ്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഇല്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ ചിലപ്പോൾ ബാഡ് കമൻ്റ് ഒക്കെ ഇടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കർത്തവ്യം നമ്മുടെ കൂട്ടുകാരിലോട്ട് ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പോൾ 2-3 ദിവസം മുൻപ് നമ്മുടെ ഒരു കൂട്ടുകാരൻ അയച്ചു തന്ന ഒരു വീഡിയോ ആണ് നമ്മൾ താഴെ കാണുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ വരും കേട്ടോ, നമ്മുടെ പുളുങ്കുടി എന്ന് പറയും. അപ്പോൾ ആ ഭാഗത്ത് വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ആ ഡ്രഡ്ജിങ് പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആ ഒരു ചെറിയൊരു കടപ്പുറ ഏരിയ. അപ്പോൾ അദാനിയുടെ ആ ഒരു റോഡ് വന്നിട്ട് അവസാനിക്കുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ ആ ഭാഗങ്ങളിൽ സൈലൻ്റ് ഏരിയ ആയത് കാരണം 3-4 സ്ഥലത്ത് ആമകൾ മുട്ടയിട്ട് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞെന്ന് പറയാം, ചേട്ടാ നിങ്ങൾ വന്നിട്ട് ആമയുടെ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമയുടെ ആ വീഡിയോ എടുത്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപോർട്ടാണ്. കാരണം ആ ഒരു സീപോർട്ട് അതിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് നമ്മൾ ഏതറ്റം വരെ പോകാനായിട്ട് തയ്യാറാണെന്ന ആ ഒരു വിചാരത്തിലാണ് നമ്മുടെ അധികാരവും അതുപോലെ ആ അദാനി സീപോർട്ടിൻ്റെ ആ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഈ കാണുന്ന ഒരു കാഴ്ച കണ്ട, അതായത് ഏകദേശം ഓരോ ആമയും 30-ൽ കൂടുതൽ മുട്ടയിടുന്നതാണ്. അപ്പോൾ ഇവർ ഡ്രഡ്ജിങ് ചെയ്യുന്നത് കാരണം ആ ആമ മുട്ടയിട്ട് വെച്ചിരിക്കുന്ന ആ സൈഡിലുള്ള ആ മണ്ണും കാര്യങ്ങളൊക്കെ എണീറ്റ് പോയി ആമയുടെ ആ മുട്ട കറക്റ്റ് ആ ഒരു ടൈമിന് വിരിയാനായിട്ടുള്ള ഒരു സമയം കിട്ടാതെ ആമകളെല്ലാം ചത്തൊഴിഞ്ഞു പോയ ഒരു കാഴ്ചയാണ്. ഏകദേശം 3-4 സ്ഥലത്താകുമ്പോഴത്തേക്ക് ആമക്കുഞ്ഞുങ്ങൾ എത്രത്തോളം കാണും, ആമ മുട്ട എത്രത്തോളം കാണുമെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതിലുള്ള പരിഹാരമായിട്ടുള്ള കാര്യം എന്താണ് നമ്മുടെ കൂട്ടുകാർ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരിത് വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് പോകത്തേ ഉള്ളൂ. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ആമ മുട്ടയെടുത്ത് സേവ് ചെയ്യാനോ അതുപോലെ ആമ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനോ ഒന്നും പറ്റത്തില്ല. ആ പയ്യന്മാർ നോക്കിയപ്പോൾ ഏകദേശം 100-ൽ കൂടുതൽ മുട്ടയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അവർക്ക് പറ്റുന്ന ഒരു 6 ആമക്കുഞ്ഞിനെ അവർ കടലിലോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ആമ ഇനി ജീവനോടെ ഇനി ജീവിക്കുമോ ഇല്ലയോ എന്നൊന്നും തന്നെ നമുക്കറിയില്ല കേട്ടോ. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാണുകയാണെങ്കിൽ വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ള പുളുങ്കുടി എന്ന് പറയും, അതിൻ്റെ താഴെ ഭാഗത്താണ് ഇപ്പോൾ ഡ്രഡ്ജിങ് നടക്കുന്നത്. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു ആമക്കുഞ്ഞിനെങ്കിൽ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ രക്ഷിക്കുക. കാരണം ആമക്കുഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പുളുങ്കുടിയുടെ നേരെ താഴെ ബെഡ് സൈഡയുടെ താഴെ ഒരു വഴിയുണ്ട്. അതിലേ നിങ്ങൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ടിലോട്ട് എത്താൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഡ്രഡ്ജിങ് അതിൻ്റെ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആമ കുഞ്ഞുങ്ങളെക്കാളും നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപോർട്ടാണ്. അപ്പോൾ ഞാൻ പയ്യനോട് പറഞ്ഞെന്ന് പറയാം, തമ്പി ഇത് തന്നെയാണ് നമുക്ക് സീപോർട്ടാണ് നമുക്ക് ലക്ഷ്യം. കാരണം സീപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എല്ലാ ഇന്ത്യക്ക് മൊത്തത്തിലെ അഭിമാനം തന്നെയാണ്. അപ്പോൾ ആമക്കുഞ്ഞിനെ രക്ഷിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് തന്നെയാണ് ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ കാണാൻ നമ്മുടെ കൂട്ടുകാർ നേരെ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു വീഡിയോ കാണട്ടെ. ആമക്കുഞ്ഞുങ്ങളെ അവരെ കൊണ്ട് രക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രക്ഷിക്കട്ടെ. ഓക്കെ എന്നാൽ.